ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൈക്രോവേവ് പ്രോസസ്സിംഗ് അല്ല, അതൊരു പ്രിസർവേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇവിടെ മൈക്രോവേവ് പ്രോസസ്സിംഗ് ആ വേർഡിൽ നിന്ന് തന്നെ എന്ത് നമുക്ക് മനസ്സിലാക്കാം? മൈക്രോവേവ് എനർജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫുഡിനെ പ്രോസസ്സ് ചെയ്യുന്നു, അല്ലെ? മൈക്രോവേവ് എനർജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫുഡിനെ പ്രോസസ്സ് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ മൈക്രോവേവ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മൈക്രോവേവ് എനർജി വെച്ചിട്ട് നമ്മൾ ഫുഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ക്വിക്ക്ലി എന്താവുന്നു? ഹീറ്റഡ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ യൂണിഫോംലി അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വൈഡ്ലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ക്വിക്കായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്, യൂണിഫോംലി ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൈക്രോവേവ് പ്രോസസ്സിങ്ങിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്, അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. വേവ്സ് വിത്ത് ഫ്രീക്വൻസീസ് റേഞ്ചിങ് ഫ്രം 300 MHz ടു 300 GHz. എന്താണ്? 300 MHz ടു 300 GHz ഫ്രീക്വൻസി ഉള്ള വേവ്സ് ആണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഈ മൈക്രോവേവ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഹീറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൈപോളാർ റൊട്ടേഷൻ വഴി, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അയോണിക് കണ്ടക്ഷൻ വഴി. ഈ രണ്ട് മെത്തേഡിലൂടെയാണ് മെയിനായിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുള്ളത്, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൈപോളാർ റൊട്ടേഷൻ, അതുപോലെ തന്നെ അയണിക് കണ്ടക്ഷൻ വഴിയാണ് നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. എവിടെയൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം? കുക്കിങ്ങിന് അപ്ലൈ ചെയ്യാം, ഡ്രൈയിങ്ങിൻ്റെ കേസിൽ ഇത് യൂസ് ചെയ്യാം, സ്റ്റെറിലൈസേഷൻ, അതുപോലെ തന്നെ ബ്ലാഞ്ചിങ് എന്ന് കേട്ടിട്ടില്ലേ? ബ്ലാഞ്ചിങ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയുന്നത്? ബ്ലാഞ്ചിങ് എന്ന് വെച്ചാൽ എന്താണ് ചൂടുവെള്ളത്തിൽ കഴുകുന്ന, ഹോട്ട് വാട്ടറിനകത്ത് നമ്മൾ വെജിറ്റബിൾസ്, പച്ചക്കറി പോലുള്ള കഴുകുന്നതിനാണ് നമ്മൾ ബ്ലാഞ്ചിങ് എന്ന് പറയാം. തോയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, ബേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, റോസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കോമ്പൗണ്ട്സിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ മൈക്രോവേവ് പ്രോസസ്സിങ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ? കുക്കിങ്, ഡ്രൈയിങ്, സ്റ്റെറിലൈസേഷൻ, ബ്ലാഞ്ചിങ്, തോയിങ്, ബേക്കിങ്, റോസ്റ്റിങ്, അതുപോലെ തന്നെ എക്സ്ട്രാക്ഷനിലൊക്കെ. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ വളരെ സ്പീഡായിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ അല്ലേ? സ്പീഡ് എന്ന് നമുക്ക് പറയാം, അഡ്വാൻറ്റേജ് ആണ് സ്പീഡ് എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, യൂണിഫോം ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. പിന്നെ ന്യൂട്രീഷന് വലിയ വ്യത്യാസമൊന്നും അവിടെ നടക്കുന്നില്ല. എനർജി എഫിഷ്യൻ്റ് ആണ്, ക്വാളിറ്റി പ്രിസർവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇനി കുറച്ച് ഡിസഡ്വാൻറ്റേജ് കൂടി വേണ്ടേ? ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഫുഡ് കോമ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് എല്ലാ ഫുഡ്സിനും ഈ മൈക്രോവേവ് പ്രോസസ്സിങ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി പറഞ്ഞില്ലേ, 300 MHz തൊട്ട് 300 GHz ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് മൈക്രോവേവ് പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ്. അതും നിങ്ങൾക്ക് നമ്മുടെ സിലബസിന് കുറച്ച് താഴെ പോയാൽ കാണും കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന പ്രിസർവേഷൻ മെത്തേഡിൽ തന്നെ ഒന്നാണ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ്. ഡൈ ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റേഡിയോ ഫ്രീക്വൻസി എന്ന് കൂടി അറിയപ്പെടും. സോ ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോ ഫ്രീക്വൻസി. ഇവിടെയും നമ്മൾ ഹൈ ഫ്രീക്വൻസി ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വെച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മുടെ ഫുഡ് മോളിക്യൂൾസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ആവും, അല്ലേ? ഫുഡ് മോളിക്യൂൾസ് ഹീറ്റ് ആവും. അതെങ്ങനെയാണ് ഹീറ്റ് ആവുന്നത്? നമ്മുടെ ഫുഡ് മോളിക്യൂൾസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പോളാർ മോളിക്യൂൾസ്, അതായത് പോളാർ മോളിക്യൂൾസ് ആയിട്ടുള്ള നമ്മുടെ വാട്ടറൊക്കെ, അവർക്ക് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ അതൊരു മൂവ്മെൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഓസിലേഷൻ അല്ലെങ്കിൽ ഈ മോളിക്കുലർ മൂവ്മെൻറ്റിൽ നിന്ന് എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഫ്രിക്ഷൻ അവിടെ ജനറേറ്റ് ചെയ്യും. ഒരു ഫ്രിക്ഷൻ അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജീനെ അവരെന്താക്കി കൺവേർട്ട് ചെയ്യും? ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ദ ഫ്രിക്ഷൻ ജനറേറ്റഡ് ഫ്രം ദിസ് മോളിക്കുലർ മൂവ്മെൻറ്റ് കൺവേർട്ട്സ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഇൻ ടു ഹീറ്റ്. അങ്ങനെയാണ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് നടക്കുന്നത്. ഇവിടെ നമ്മൾ 1 MHz തൊട്ട് 300 MHz വരെയുള്ള ഫ്രീക്വൻസീസാണ് യൂസ് ചെയ്യുക. നമ്മൾ മൈക്രോവേവ് പ്രോസസ്സിങ്ങിന് എന്താ പറഞ്ഞാൽ 300 MHz തൊട്ട് 300 GHz വരെ യൂസ് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പോൾ അവിടെ അത്രയൊന്നും യൂസ് ചെയ്യുന്നില്ല. 1 MHz തൊട്ട് 300 MHz ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പോളാർ മോളിക്യൂൾസ് ഏതൊക്കെയാണ്? വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റ്സ്, സോൾട്ട്, ഇതൊക്കെ ഇങ്ങനെയുള്ള പോളാർ മോളിക്യൂൾസൊക്കെ ഇതുപോലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി വരുമ്പോൾ അവർ ഓസിലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഇൻറ്റേർണൽ ഫ്രിക്ഷനിലൂടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് മോളിക്യൂൾസിന് മൊത്തം സർഫസിൽ മാത്രമല്ല കേട്ടോ,
അത് ഇൻറ്റേർണൽ മൊത്തം അത് ഹീറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇതിലോട്ട് പെനട്രേറ്റ് ചെയ്യുന്തോറും അവിടെയുള്ള മോളിക്കുലർ മൂവ്മെൻറ്റ് കൂടും അല്ലേ, ഫ്രിക്ഷൻസ് ഉള്ളിലോട്ട് ഫ്രിക്ഷൻ ഉണ്ടാവും. അങ്ങനെ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഹീറ്റായിട്ട് മാറുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് വേണം, ഒരു മൈക്രോവേവ് സിസ്റ്റം വേണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഒരു മൈക്രോവേവ് സിസ്റ്റം വേണം, അതുപോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി സിസ്റ്റം കൂടി വേണം. RF എന്ന് വെച്ചാൽ എന്താണ്, റേഡിയോ ഫ്രീക്വൻസി. നമ്മളെന്താ പറഞ്ഞാൽ, ഡൈഇലക്ട്രിക് ഹീറ്റിങ്ങിന് റേഡിയോ ഫ്രീക്വൻസി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു റേഡിയോ ഫ്രീക്വൻസി സിസ്റ്റം വേണം, ഒരു മൈക്രോവേവ് സിസ്റ്റം വേണം. പിന്നെ എന്ത് വേണം, കുറച്ച് കോമ്പോണൻസ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ. അതിനകത്ത് ഒന്നാണ് മാഗ്നെട്രോൺ. എന്താണ് മാഗ്നെട്രോൺ? ഈ മാഗ്നെട്രോൺ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ജനറേറ്റ് ചെയ്യുന്നുള്ളത്. ഈ മാഗ്നെട്രോൺ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ജനറേറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ വേവ് ഗൈഡ്. ഇവിടെ വേവ് ഗൈഡ് എന്ന് പറയുമ്പോൾ അതൊരു ഗൈഡാണ്, അതായത് ഫുഡ് മോളിക്യൂളിന് അകത്തേക്ക് നമ്മളെ വേവ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നതാണ് വേവ് ഗൈഡ്. മാഗ്നെട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ജനറേറ്റ് ചെയ്യുന്നത് മാഗ്നെട്രോൺ. പിന്നെ വേവ് ഗൈഡ് എന്ന് വെച്ചാൽ എന്താണ്, വേവ് ഗൈഡാണ് നമ്മുടെ ഫുഡ് മോളിക്യൂൾസിനകത്തേക്ക് ഈ വേവ്സിനെ കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു ഹീറ്റിംഗ് ചേംബർ ഉണ്ട്. പിന്നെ എന്തുണ്ട്, ഒരു ഹീറ്റിംഗ് ചേംബർ ഉണ്ട്. ഈ ഹീറ്റിംഗ് ചേംബറിനകത്താണ് നമ്മുടെ ഏത് ഫുഡാണോ നമുക്ക് ഇത് പ്രോസസ്സ് ചെയ്യേണ്ടത് അത് വെച്ചിട്ടുണ്ടാവുക. ഹീറ്റിംഗ് ചേംബറിനകത്താണ് നമ്മുടെ ഫുഡ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്, അവരാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസിയും ഹീറ്റൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നെട്രോൺ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വേവ് ഗൈഡ് എന്ത് ചെയ്യുന്നു, ആ വേവ്സിനെ ഫുഡിനകത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ഫുഡ് എവിടെ ഉണ്ടാവുക, ഹീറ്റിംഗ് ചേംബറിനകത്ത് ഉണ്ടാവുക. പിന്നെ ഒരു കൺട്രോൾ സിസ്റ്റം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ കേസിൽ പറയുന്നത്. ഇനി ഇവിടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, പാസ്ചറൈസേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം, ഡ്രൈയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, തോയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, റോസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പീഡ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് യൂണിഫോം ഹീറ്റിംഗ്, അതൊക്കെ അഡ്വാൻറ്റേജ് ആണ്, എനർജി എഫിഷ്യൻ്റ് ആണ്. പിന്നെ ന്യൂട്രീഷണൽ വാല്യൂവിൻ്റെ റിട്ടൻഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ പെനിട്രേഷൻ ഡെപ്ത് അത്രത്തോളം പോവില്ല, ലിമിറ്റഡ് ആണ് പെനിട്രേഷൻ ഡെപ്ത്. നമ്മൾ പറഞ്ഞില്ലേ, വലിയ മോളിക്യൂൾസൊക്കെ ആകുമ്പോൾ വലിയ ഫുഡ് ഐറ്റംസിലാക്കുമ്പോൾ ഉള്ളിലോട്ട് അത് പെനിട്രേറ്റ് ചെയ്ത് പോകണ്ടേ, അങ്ങനെ ആ പെനിട്രേറ്റിംഗ് ഡെപ്ത് കുറച്ച് കുറവാണ്. ഓക്കെ, പിന്നെ സ്പെസിഫിസിറ്റി ഇല്ല. അതൊക്കെ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. അതാണ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ്. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ഹീറ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഹീറ്റ് പ്രോസസ്സിംഗ്. ഈ ഹീറ്റ് പ്രോസസ്സിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ ഈ പ്രോസസ്സ് എന്താണ് പ്രിസർവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, കുക്കിങ്ങിനും അതുപോലെ തന്നെ ഫ്ലേവർ മോഡിഫിക്കേഷനും ഫ്ലേവർ എൻഹാൻസ്മെൻറ്റിനും ടെക്സ്ചർ മോഡിഫിക്കേഷനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനെയാണ് ഇതിനകത്ത് പറയുന്നത് ഹീറ്റ് പ്രോസസ്സിംഗ്. പാസ്ചറൈസേഷനൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതൊക്കെയാണ്. ഒന്ന് സമ്മറൈസ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്തേലും ഒരു പോയിന്റ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടാണ്ടിരിക്കില്ല കേട്ടോ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ട് ഏതൊരു വീഡിയോ ആയാലും എനിക്കതാണ് പറയാനുള്ളത്. നമ്മൾ ചിലപ്പോൾ 1-2 പോയിന്റ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഹീറ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, തെർമൽ എനർജി യൂസ് ചെയ്യല്ലേ, എല്ലാത്തിൻ്റെയും പേരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ തെർമൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുക, കുക്ക് ചെയ്യുക, അതിൻ്റെ ഫ്ലേവർ എൻഹാൻസ്മെൻറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഹീറ്റ് പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ വരുന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ആദ്യം എന്താണ്, പ്രിസർവേഷൻ. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്, ഫുഡിനെ പ്രിസർവ് ചെയ്യുക. പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ പാത്തജൻസിനൊന്നും വരുത്താണ്ട് അതിനെ പ്രിസർവ് ചെയ്യുക. അതുപോലെ തന്നെ ഫുഡിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക. രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്താണ്, ഫുഡിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ടെക്സ്ചർ മോഡിഫിക്കേഷൻ, എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, അതായത് ഇപ്പോൾ നമ്മൾ എന്താണ് സ്റ്റാർച്ചൊക്കെ ജെലാറ്റിനൈസേഷൻ അതുപോലുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ടാക്കുക, ടെക്സ്ചർ മോഡിഫൈ ചെയ്യുക, ഫ്ലേവർ ഡെവലപ്പ് ചെയ്യുക. അഞ്ചാമത് വരുന്നത് കൺവീനിയൻസ് ആക്കുക. ഓക്കെ, കൺവീനിയൻ്റ് ആക്കുക. പിന്നെന്താണ്, ഡൈജസ്റ്റബിലിറ്റി, ഇംപ്രൂവ്ഡ് ഡൈജസ്റ്റബിലിറ്റി. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഉദ്ദേശങ്ങളെന്ന് പറയുന്നത്. ഏത് ചെയ്യുന്നതിലൂടെ, ഹീറ്റ് പ്രോസസ്സിങ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ മെയിനായിട്ട് 3 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അത് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. ഏതൊക്കെയാണ്, കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും. ഇതൊക്കെയാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഈ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡയറക്റ്റ് കോണ്ടാക്റ്റ് അല്ലേ, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മുടെ ഫ്രൈയിങ് ഒക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരും കണ്ടക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫ്ലൂയിഡ് മീഡിയത്തിലൂടെ, ഏതെങ്കിലും നമ്മുടെ എയർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഓയിലായിരിക്കാം, അതായത് ബോയിലിംഗ് ചെയ്യുന്നതൊക്കെ എന്താണ്, കൺവെക്ഷനാണ്. അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, ഇവിടെ ത്രൂ എനി ഫ്ലൂയിഡിലൂടെ. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലൂടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലൂടെ
ഫോർ എക്സാമ്പിൾ എന്താണ് ഗ്രില്ലിങ്, അത് ബ്രോയിലിങ്, അതൊക്കെയാണ് റേഡിയേഷൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഹീറ്റ് ആപ്ലിക്കേഷൻ ലോ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഹൈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മീഡിയം ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ലോ ഉണ്ട്, ഹൈ ഉണ്ട്, മീഡിയം ഉണ്ട്. ലോ എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലാഞ്ചിങ്, നമ്മൾ ഹോട്ട് വാട്ടറിലൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകുക, ലോ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആണ്. അതായത് അതിന് പുറത്തുള്ള ഏതെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ ജസ്റ്റ് ഹോട്ട് വാട്ടറിലിട്ടൊന്ന് കഴുകുന്നത്. പിന്നെ ഹൈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴാണ് സ്റ്റെറിലൈസേഷൻ വരുന്നത്, 100 ഡിഗ്രി സെൽഷ്യസിനൊക്കെ മേലെ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ മീഡിയം എന്ന് പറയുമ്പോൾ പാസ്ചറൈസേഷനൊക്കെ പറയാം, നമ്മളൊരു 60 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലോ ഹീറ്റ് യൂസ് ചെയ്യാറുണ്ട്, ഹൈ ഹീറ്റ് യൂസ് ചെയ്യാറുണ്ട്, മീഡിയം ഹീറ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിനകത്ത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനകത്ത് വരുന്നുള്ള മെത്തേഡ്സ് ഞാൻ പറയാം, അറിയാത്തുണ്ടെങ്കിൽ മാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമുക്ക് ബ്ലാഞ്ചിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്താണ് നമ്മൾ ജസ്റ്റ് ഹോട്ട് വാട്ടറിലൊന്ന് വാഷ് ചെയ്യുന്നതിനെയാണ് ബ്ലാഞ്ചിങ് എന്ന് പറയാം. അതിനകത്ത് എന്താണ് സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ, അതുപോലെ തന്നെ എൻസൈംസിനൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്യാനും ഈ ബ്ലാഞ്ചിങ് സഹായിക്കാറുണ്ട്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് സ്റ്റീം വെച്ച് കഴുകാം, അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ വെച്ച് കഴുകാം കേട്ടോ. പിന്നെ പാസ്ചറൈസേഷൻ അത് വീണ്ടും പറയുന്നില്ല, സ്റ്റെറിലൈസേഷനും നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഡ്രൈ ഹീറ്റ് കുക്കിംഗ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഈ ഡ്രൈ ഹീറ്റ് കുക്കിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഡ്രൈ ഹീറ്റ് കുക്കിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, അതായത് ബേക്കിംഗ്, റോസ്റ്റിങ്, അതൊക്കെ ഇതിനകത്ത് വരിക ഡ്രൈ ഹീറ്റിൻ്റെ ബേസിസിലാണ് വരിക. നമ്മൾ മോയിസ്റ്റ് ഹീറ്റിൻ്റെ പഠിച്ചിട്ടുണ്ടല്ലോ ഓട്ടോക്ലേവ് എന്നൊക്കെ, അതേപോലെ തന്നെ ഡ്രൈ ഹീറ്റിൻ്റെ ഒന്നാണ് ബേക്കിംഗ്, അതാണ് ഓവനിൽ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഡ്രൈ ഹീറ്റാണ് അവിടെ, മോയിസ്റ്റ് ഹീറ്റാണോ അല്ല. ശ്രദ്ധിക്കണേ ഓപ്ഷൻസ് വരുമ്പോൾ, ബ്രെഡും കേക്കൊക്കെ നമ്മൾ എന്താണ് ഡ്രൈ ഹീറ്റ് കുക്കിംഗ് ആണ് ചെയ്യുന്നുള്ളത്, ബ്രെഡ്, കേക്ക്, ഇതൊക്കെ. പിന്നെ റോസ്റ്റിംഗ് ചെയ്യാറുണ്ട്, അവിടെയും എന്താണ് ഡ്രൈ ഹീറ്റ് അല്ലേ. അപ്പോൾ അവിടെ നമ്മുടെ കോഫി ബീൻസ് അല്ലെങ്കിൽ നട്ട്സൊക്കെ നമ്മൾ എന്താണ് റോസ്റ്റ് ചെയ്യും അല്ലേ. നമ്മളിപ്പോൾ കടല വറക്കുകയൊക്കെ ചെയ്യുന്നില്ല, അതന്നെയാണ് ഇവിടെ പറയുന്നുള്ളത് റോസ്റ്റിംഗ്. ഡ്രൈ ഹീറ്റ് അപ്ലൈ ടു ദ ഫുഡ്, ഇത് ഇവിടെ ഓവനിലാണ്, ഇവിടെ ഫുഡിന് നമ്മൾ ഡ്രൈ ഹീറ്റ് കൊടുക്കുകയാണ്. പിന്നെ ഗ്രിൽഡ് അല്ലെങ്കിൽ ബ്രോയിലിംഗ് എന്നൊക്കെ പറയുന്നത്, അവിടെ എന്താണ് മീറ്റിനെയും വെജിറ്റബിൾസിനൊക്കെ നമ്മൾ ഗ്രിൽഡ് മീറ്റൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ ഡ്രൈ ആണ്. അതിന് മോയിസ്റ്റിൻ്റെ കേസിൽ പറയുമ്പോഴോ, മോയിസ്റ്റ് ആണെങ്കിൽ ഏതൊക്കെയാണ് അവിടെ ബോയിലിംഗ് വരുന്നുണ്ട്, പിന്നെ സ്റ്റീം വരുന്നുണ്ട്. സ്റ്റീമിൻ്റെ കേസിൽ എന്താണ് മോയിസ്റ്റ് ഹീറ്റാണ് അല്ലേ. പിന്നെ വരുന്നത് സ്റ്റ്യൂയിങ്, സ്ലോ കുക്കിംഗ് ഇൻ ലിക്വിഡ് ഫോർ ഫ്ലേവർ എൻഹാൻസ്മെൻറ്റ്, സ്റ്റ്യൂവിങ്. ഓക്കെ, സ്റ്റ്യൂയിങ് ഇതാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെയാണ്. അപ്പോൾ മോയിസ്റ്റ് ഹീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഡ്രൈ ഹീറ്റ്. ഇനി ഫ്രൈയിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രൈ എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിൽ ഫ്രൈ ചെയ്യാറുണ്ട്, അതൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഷാലോ ഫ്രൈ എന്ന് വെച്ചാൽ എന്താണ് കുറച്ച് എണ്ണയിൽ നമ്മൾ തിൻ ലെയർ ഓഫ് ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഡീപ്പ് ഫ്രൈ എന്ന് വെച്ചാൽ എന്താണ് എണ്ണയിൽ മുക്കി പൊരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് നല്ല വൃത്തിയിൽ എണ്ണയിൽ സബ്മേർജ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ തിൻ എന്ന് വെച്ചാൽ എന്താണ് ഷാലോ ഫ്രൈ, ഡീപ്പ് ഫ്രൈ എന്ന് വെച്ചാൽ എന്താണ് എണ്ണയിൽ നമ്മൾ സബ്മേർജ് ചെയ്തിട്ട് ചെയ്യുന്നത്. പിന്നെ മൈക്രോവേവ് ഹീറ്റിംഗ് ഉണ്ട്, പിന്നെന്താണ് മൈക്രോവേവ് ഹീറ്റിംഗ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞല്ലോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണെന്ന്. പിന്നെ എക്സ്ട്രൂഷൻ കുക്കിംഗ് ഉണ്ട്. എക്സ്ട്രൂഷൻ കുക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് HTST പ്രോസസ്സാണ് കേട്ടോ, HTST പ്രോസസ്സാണ്. പിന്നെ ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഒന്ന് നമ്മൾ പറഞ്ഞ ഫുഡ് സേഫ്റ്റി ഉണ്ട്, ഷെൽഫ് ലൈഫ് ഉണ്ട്, ഫ്ലേവറും ടെക്സ്ചറും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എനർജി എഫിഷ്യൻ്റ് ആണ് അല്ലേ. ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ന്യൂട്രിയൻ ലോസ് നടക്കുന്നുണ്ട്. നമ്മൾ ഹീറ്റ് ചെയ്യുന്നതോടെ എന്താണ് നമ്മൾ മോയ്സ്ചർ കണ്ടൻ്റൊക്കെ റിമൂവ് ചെയ്യണം, അപ്പോൾ ന്യൂട്രിയൻ ലോസ് സാധ്യതയുണ്ട്. പിന്നെ ഫ്ലേവർ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ പാല് തന്നെ നമ്മൾ പറയാറില്ലേ സ്മോക്കി ഫ്ലേവറൊക്കെ വന്നു എന്ന് പറയാറില്ലേ, അപ്പോൾ ഫ്ലേവർ ചേഞ്ചസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ടെക്സ്ചറിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കോസ്റ്റ്, ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്, ഏത് ടൈപ്പ് ഫുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് നോക്കണം, pH, പാക്കേജിങ്, ഹീറ്റിംഗ് മെത്തേഡ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സായിട്ട് വരുന്നത്, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള ഫാക്ടേഴ്സ്. അതൊന്നും വലിയ കാര്യമല്ല. പിന്നെ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാനിങ്ങിൻ്റെ കേസിൽ വേണം, പിന്നെ ബേക്കിങ്ങിൻ്റെ കേസിൽ വേണം, ഡയറി പ്രൊഡക്ട്സിൽ വേണം, മീറ്റ് പ്രോസസ്സിങ്ങിൽ വേണം, പിന്നെ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ഫുഡൊക്കെ ഇല്ലേ, അതിലൊക്കെ എന്ത് വേണം, ഈ പറഞ്ഞിരിക്കുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെയാണ്. അപ്പോൾ കുറച്ച് പോയിൻ്റ് അധികം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നുള്ളത് ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് ആണ്. എല്ലാത്തിൻ്റെയും പേരിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുക, തെർമൽ എനർജി. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡയലക്ട്രിക് ചെയ്തു. അതുപോലെ തന്നെ മൈക്രോവേവ് ഫ്രീക്വൻസീസ് അല്ലേ, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണ് മൈക്രോവേവ് ചെയ്തു. അതേപോലെ തന്നെയാണ് ഇൻഫ്രാറെഡ് ഹീറ്റിംഗ്. അപ്പോൾ ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, IR റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നുള്ളത്.
പിന്നെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എടുത്തത് നമ്മളറിയാമല്ലോ, എക്സ്റേ, ഗാമാറേ, UV, അതുപോലെ വിസിബിൾ റേ, നമ്മുടെ ഇൻഫ്രാറെഡ്, അങ്ങനെയല്ലേ വരുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേവ് ലെങ്ത് നോക്കുകയാണെങ്കിൽ 0.75 മൈക്രോമീറ്റർ തൊട്ട് 1000 മൈക്രോമീറ്റർ വരെയാണ്. ഓക്കെ, ഇത് എവിടെയാണ് വരുന്നുള്ളത്? വിസിബിൾ ലൈറ്റിൻ്റെയും മൈക്രോവേവ്സിൻ്റെയും ഇടയിലായിട്ടാണ് ഏത് വരുന്നുള്ളത്? IR വരുന്നുള്ളത്. വിസിബിൾ ലൈറ്റിൻ്റെയും മൈക്രോവേവ്സിൻ്റെ ഇടയിലായിട്ടാണ് IR വരുന്നുള്ളത്. 0.75 1000 മൈക്രോമീറ്ററിലുമാണ്, ആ റേഞ്ചിലാണ്. നാനോമീറ്റർ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ അതായത് അറിയണം എന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യും കൂടി ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ എഫിഷ്യൻസി കാരണമാണ് ഇത് ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സ്പീഡായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും അല്ലേ? അതൊക്കെ കൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹീറ്റ് സോഴ്സിൽ നിന്ന് തെർമൽ റേഡിയേഷൻ, ഓക്കെ, തെർമൽ റേഡിയേഷൻ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഹീറ്റ് സോഴ്സിൽ നിന്ന് തെർമൽ എനർജി നമ്മൾ എമിറ്റ് ചെയ്യാണ്. അതെന്ത് ചെയ്യും? നമ്മുടെ ഫുഡിൻ്റെ ഇതിങ്ങനെ നമ്മളൊരു ഹീറ്റ് സോഴ്സിൽ നിന്ന് ഫുഡ് സർഫസിലേക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്യാണ്, എന്താണ്, എമിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഫുഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും? ഉള്ളിലോട്ട് കണ്ടക്ട് ചെയ്യും. അതാണ് തെർമൽ റേഡിയേഷൻ. പിന്നെ ഡയറക്റ്റ് എനർജി ട്രാൻസ്ഫർ ഉണ്ട്. ഡയറക്റ്റ് എനർജി ട്രാൻസ്ഫർ ഉണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് ഇൻവോൾവ്സ് ഡയറക്റ്റ് എനർജി ട്രാൻസ്ഫർ. ഡയറക്റ്റായിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യാണ്. കൺവെക്ഷനും അതുപോലെ തന്നെ കണ്ടക്ഷനിലൊക്കെ എന്താണ്? കൺവെക്ഷനിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒരു ഫ്ലൂയിഡ് വഴിയൊക്കെയാണ് പോകുന്നത്. ഇവിടെ ഡയറക്റ്റ് എനർജി ട്രാൻസ്ഫർ ആണ്. പിന്നെ സെലക്റ്റീവ് ഹീറ്റിംഗ് ആണ്. അതായത് കോമ്പോണൻസ് വിത്ത് ഹയർ അബ്സോർപ്റ്റിവിറ്റി, അതായത് വാട്ടർ അതുപോലെയുള്ള ഹയർ അബ്സോർപ്റ്റിവിറ്റി ഉള്ളവരൊക്കെ എന്താണ്? മോർ ഇൻഫ്രാറെഡ് എനർജി അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗിൻ്റെ എഫിഷ്യൻസി അവിടെ കൂട്ടാൻ സാധിക്കും. ഓക്കെ ആണ്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ഡ്രൈയിങ്ങിൽ യൂസ് ചെയ്യാം, ബേക്കിങ്ങിൽ യൂസ് ചെയ്യാം, കുക്കിംഗ്, ബ്ലാഞ്ചിങ്, സർഫസ് പാസ്ചറൈസേഷൻ, തോയിങ്, ഇതിനൊക്കെ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ എക്യുപ്മെൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻഫ്രാറെഡ് എമിറ്റേഴ്സ് ഉണ്ട്. ഇൻഫ്രാറെഡ് എമിറ്റേഴ്സ് ഉണ്ട്. അവരാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുള്ളത്. IR എമിറ്റ് ചെയ്യുന്നുള്ളത് ഇൻഫ്രാറെഡ് എമിറ്റേഴ്സ് ആണ്. അതായത് സെറാമിക്, ക്വാർട്സ് ഓർ മെറ്റൽ എലമെൻറ്റ്സ്. സെറാമിക്, ക്വാർട്സ് അല്ലെങ്കിൽ മെറ്റൽ എലമെൻറ്റ്സ്, അവിടെ നിന്നാണ് ഈ IR റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. എന്തുണ്ട്? റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ അവരെന്ത് ചെയ്യും? ഡയറക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യും. എന്തിനാ? ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഫുഡിൻ്റെ സർഫസിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് ഈ റിഫ്ലക്റ്റേഴ്സ് ആണ്. അപ്പോൾ IR എമിറ്റേഴ്സ് ഉണ്ട്. എമിറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സെറാമിക്, ക്വാർട്സ് അല്ലെങ്കിൽ മെറ്റൽ എലമെൻറ്റ്സ് അത് എമിറ്റ് ചെയ്യാണ് റേഡിയേഷനെ. പിന്നെ അതിന് റിഫ്ലക്റ്റേഴ്സ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നുള്ളത് ഫുഡിൻ്റെ സർഫസിലേക്ക്. പിന്നെ കൺട്രോൾ സിസ്റ്റം വരും. കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹീറ്റിങ്ങിൻ്റെ ഡ്യൂറേഷൻ, അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ഹീറ്റ്, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് കൺട്രോൾ സിസ്റ്റമാണ്. പിന്നെ ഇൻഫ്രാറെഡ് ഓവൻ ഉണ്ട്. ഇത് എന്താണ്? ഇവിടെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഡിസൈൻഡ് ഫോർ ബാച്ച് ഓർ കണ്ടിന്യൂസ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഇൻഫ്രാറെഡ് ഓവൻസ്. ഓക്കെ ആണ്. അപ്പോൾ അത്രയാണ് തെർമൽ പ്രോസസ്സിങ്. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊക്കോ കൂടി പഠിക്കാം കേട്ടോ. ഈ കൊക്കോൻ്റെ സയൻറ്റിഫിക് നെയിം ഒന്ന് ഓർത്ത് വെച്ചോ. തിയോബ്രോമ കൊക്കോ ആണ് കേട്ടോ. തിയോബ്രോമ കൊക്കോ ആണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമായിട്ട് വരുന്നുള്ളത്. ഇതൊരു സ്മോൾ ട്രീ ആണ്. ശരിക്കും ഇത് നേറ്റീവായിട്ട് വരുന്നത് അമേരിക്കൻ ട്രോപ്പിക്സ് ആണ്. ഓക്കെ, നമ്മൾ കോഫി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കോഫി പഠിച്ചു. ഇപ്പം നമ്മൾ കൊക്കോ ആണ് പഠിക്കാൻ പോകുന്നത് ബിവറേജസിനകത്ത്. അപ്പോൾ അമേരിക്കയാണ് തിയോബ്രോമ കൊക്കോ എന്നറിയപ്പെടുന്ന സയൻറ്റിഫിക് നെയിമാണ്. പിന്നെ ഇപ്പോൾ ആദ്യം ഇത് അമേരിക്കയിലായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ട്രോപ്പിക്കൽ റീജിയൻസിലും ഇത് ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ ഇന്ത്യയിലും ഇത് വളരുന്നുണ്ട്. ഇത് നമ്മുടെ ചീഫ് കൊക്കോ പ്രൊഡ്യൂസിങ് കൺട്രീസ് ചോദിക്കുകയാണെങ്കിൽ ഗാന, അതുപോലെ തന്നെ നൈജീരിയ, ബ്രസീൽ, ഇതൊക്കെയാണ് ഏത് ചീഫ് കൊക്കോ പ്രൊഡ്യൂസിങ് കൺട്രീസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലേക്ക് അത് വരുന്നുള്ളത് എവിടെ നിന്നാണ്? ശ്രീലങ്കയിൽ നിന്നാണ് ഇന്ത്യയിലോട്ടത് വന്നിരിക്കുന്നത്. ഓക്കെ, കൊക്കോ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇന്ത്യ ഫ്രം ശ്രീലങ്ക ആൻഡ് ഈസ് എ കമ്പാരിറ്റീവ്ലി ന്യൂ ക്രോപ്പ്. അപ്പോൾ മറ്റുള്ള ക്രോപ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു ന്യൂ ക്രോപ്പാണ്. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? കൊക്കോനെ കുറിച്ച്. സോ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്നാണ് വളർന്നു വന്നത്. കേരളയിൽ ഇത് കാണപ്പെടാറുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാടുവിലുണ്ട് അല്ലേ? അപ്പോൾ കേരളയിൽ കാണപ്പെടുന്നുണ്ട്, കർണാടകയിൽ കാണപ്പെടുന്നുണ്ട്, തമിഴ്നാടുവിൽ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു പ്രൊഡക്റ്റാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കൊക്കോ എന്ന് പറയുന്നത്.
ആൻഡ് ദ കൊക്കോ ട്രീ ഹാസ് ദ അൺയൂഷ്വൽ ഹാബിറ്റ്, അതായത് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ട്രീ പോലെയൊക്കെ എന്താണ് ഒരു അൺയൂഷ്വൽ ഹാബിറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ജാക്ക് ഫ്രൂട്ട് ട്രീയിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്, അതിൻ്റെ ട്രങ്കിൽ നിന്നും ചക്കയിനെ കാണപ്പെടാറുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ കൊക്കോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഈ കൊക്കോ കായ് നമുക്ക് എവിടെ നിന്ന് കാണാം, ഇതിൻ്റെ ട്രങ്കിൽ കാണാൻ പറ്റും, ബ്രാഞ്ചസിലും കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ട്രങ്കിലും ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളറ് പറയുകയാണെങ്കിൽ യെല്ലോ കളറാണ്, ചില സമയത്ത് യെല്ലോ കളറാണ്. പിന്നെ ചെറിയ വെറൈറ്റീസിനകത്ത് റെഡ് കളറിലും കാണപ്പെടാറുണ്ട്. യൂഷ്വലി യെല്ലോ കളറിലാണ് ഇത് കാണപ്പെടാറുള്ളത് കേട്ടോ. പിന്നെ ഒരു ഈ പോഡ്സ്, അതിങ്ങനെ ഒരു പോഡ് പോലെയാണ് ഉണ്ടാവുക അല്ലേ. അതൊരു 10 to 18 സെൻറ്റിമീറ്റർ ഡയമീറ്റർ, 10 to 18 സെൻറ്റിമീറ്ററാണ് ഉണ്ടാവുക. ഒരു തിക്കായിട്ടുള്ളൊരു പോഡാണ് അത് ഉണ്ടാവുക. അതിനകത്ത് എത്ര ബീൻസ് ഉണ്ടാവും, 20 to 25 ബീൻസ് ഉണ്ടാവും. 20 to 25 ബീൻസ് ഉണ്ടാവും. ആ ബീൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറം കളറാണ് യെല്ലോ അല്ലെങ്കിൽ റെഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ബീൻസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു പൾപ്പ് ഉണ്ടാവാറുണ്ട്. ആ പൾപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ പിങ്കിഷ്, സ്ലൈറ്റായിട്ട് പിങ്കിഷ് കളറായിട്ടുള്ള പൾപ്പാണ്. ആ സീഡാണ് നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സീഡ്സ് ആണ്. ഓക്കെ. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വേൾഡിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. പ്രോസസ്സിങ്ങിലോട്ട് വരുമ്പോൾ, പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഈ കൊക്കോ പോഡ്സ് നമ്മൾ കളക്ട് ചെയ്തില്ലേ, അതായത് ഇപ്പോൾ നമ്മളൊരു യെല്ലോ കളർ റെഡ് കളറിൽ വരുന്നുള്ള കൊക്കോ പോഡ്സ് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം, അതായത് ഹാർവെസ്റ്റിങ്ങിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ഓപ്പൺ ചെയ്യും. ഓക്കെ, ശ്രദ്ധിച്ചുകൊണ്ട് കോഷ്യസ്ലി നമ്മളതിനെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ 20 to 25 ബീൻസാണ് ഉണ്ടാവുക. ആ ബീൻസിനെ നമ്മൾ മെല്ലെ സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കും. ഓക്കെ, മെല്ലെ പുറത്തോട്ട് എടുക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും, നാച്ചുറൽ ഫെർമെൻറ്റേഷന് അലോ ചെയ്യും. നാച്ചുറൽ ഫെർമെൻറ്റേഷൻ. വുഡൻ ബോക്സസിലോ അല്ലെങ്കിൽ ബാസ്ക്കറ്റിലോ നമ്മൾ ഒരു 5 to 10 days അതിന് ഫെർമെൻറ്റ് ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന ബീൻസിനെ നമ്മൾ നാച്ചുറൽ ഫെർമെൻറ്റേഷൻ അലോ ചെയ്യും. ഒരു 5 to 10 days ആണ്. ആ ഒരു നാച്ചുറൽ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ, അതിൻ്റെ 5 to 10 days കഴിഞ്ഞ് വരുമ്പോൾ ഒരു വയലറ്റ് ടു ബ്രൗൺ കളറിൽ നമുക്ക് സീഡ്സിനെ കിട്ടും. ഓക്കെ, ഒരു വയലറ്റ് ടു ബ്രൗൺ കളറിൽ സീഡ്സിനെ കിട്ടും. അപ്പോൾ ഇതിനകത്തുള്ള എൻസൈംസ്, എൻഡോജീനസ് എൻസൈംസ് ഒക്കെ ഈ ഫെർമെൻറ്റേഷൻ്റെ ഹീറ്റ് പ്രകാരം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എൻസൈംസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കൊക്കോനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസിലും അതുപോലെ തന്നെ അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പോളിഫിനോൾസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കും. പ്രോട്ടീൻസിനകത്തും അതുപോലെ തന്നെ പോളിഫിനോൾസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് വന്നതിനെ നമ്മൾ എന്താ ചെയ്യുക, ഡ്രൈ ചെയ്യും. ഒന്നെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഡ്രൈയേഴ്സ് യൂസ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സൺ ഡ്രൈയും ചെയ്യാം. അപ്പോൾ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് വന്നതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 6 to 8% മോയ്സ്ചർ ലെവൽ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഡ്രൈ ചെയ്യാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ബീൻസാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളത്. ആ ബീൻസ് നമ്മളങ്ങനെ ഡ്രൈ ചെയ്തെടുത്താൽ നമുക്ക് നെക്സ്റ്റ് അതിനെ എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെ പൗഡറായിട്ട് മാറ്റണമെങ്കിൽ നമുക്കതിനെ പൗഡറാക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ കോഫീൻ്റെ കേസിലൊക്കെ പറഞ്ഞില്ലേ, കോഫി ബീൻസിനെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് കോഫി പൗഡറാക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഡ്രൈഡ് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന കൊക്കോ സീഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്ലീൻ ചെയ്യും, എന്നിട്ട് സോട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റോസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഡ്രൈ ചെയ്തെടുത്തതിന് നമ്മൾ ക്ലീൻ ചെയ്ത് സോട്ട് ചെയ്തിട്ട് നമ്മളതിനെ റോസ്റ്റ് ചെയ്തെടുക്കും. ഈ റോസ്റ്റിങ്ങിലും നല്ലൊരു ഫ്ലേവറും അരോമയൊക്കെ ഉണ്ടാകുന്നത് ഈ റോസ്റ്റിങ്ങിൻ്റെ ടൈമിൽ തന്നെയാണ്. ഈ റോസ്റ്റിങ്ങിൻ്റെ ടൈമിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രോട്ടീൻസിനും പോളിഫിനോൾസിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. ഈ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു റോളർ വെച്ചിട്ട് നമ്മുടെ ഈ ബീൻസിൻ്റെ മേലെ കൂടി ഇങ്ങനെ പാസ് ചെയ്യും. ഈ റോളർ ഇങ്ങനെ പാസ് ചെയ്യും. അങ്ങനെ റോളർ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ നമ്മുടെ കൊക്കോ സീഡിൻ്റെ ഷെൽസൊക്കെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്തതിന് നമ്മൾ വിന്നോവിങ് വഴി ആ ബ്രേക്ക് ചെയ്ത സീഡ്സിനൊക്കെ കളയും. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ബീൻസ് മാത്രം എടുക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ആദ്യം നമ്മൾ ഫെർമെൻറ്റേഷൻ, അതിന് ശേഷം നമ്മൾ ഡ്രൈ ചെയ്തു. ഡ്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 6 to 8% മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മോയ്സ്ചർ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നുള്ളത്. അത് സൺ ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഡ്രൈ ചെയ്യാം. അങ്ങനെ ഡ്രൈ ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് സോട്ട് ചെയ്തതിന് അതിനെ റോസ്റ്റ് ചെയ്യുന്നു. ആ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതിലൂടെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. റോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോട്ടീനും അതുപോലെ തന്നെ പോളിഫിനോൾസിനൊക്കെ കെമിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. അങ്ങനെ ഈ റോസ്റ്റിംഗ് ചെയ്ത സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റോളർ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി അതിങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ പറഞ്ഞിരിക്കുന്ന സീഡിൻ്റെ ഷെൽസ് ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ബീൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ ബ്രേക്ക് ചെയ്ത ഷെൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വിന്നോവിങ് അല്ലേ. പാറ്റി നമ്മളിങ്ങനെ കാറ്റുകൊണ്ട് അല്ലേ ഇങ്ങനെ വീശിയിട്ട് നമ്മളത്
പാറ്റിക്കൊണ്ട് കളയാറില്ലേ നിങ്ങൾക്ക്, ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളതിനെ കളയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയ അതിനുള്ളിൽ നിന്ന് കിട്ടിയ ആ ബീൻസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ നിബ് എന്ന് പറയും. എന്താ പറയും? നിബ്സ് എന്ന പേരിലാണ് അതിനകത്തുള്ള ആ ഒരു കോട്ടിലിഡൻസ് അറിയപ്പെടുന്നത്. എന്താണ്? നിബ്സ് എന്ന പേരിലാണ് നമ്മളിത് അറിയപ്പെടുന്നത്. സോ യൂഷ്വലി സം ബ്ലെൻഡിങ് ഓഫ് ദ നിബ്സ് ഫ്രം ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കൊക്കോ ഈസ് ഡൺ. അതായത് നമുക്ക് ഒരുപാട് വെറൈറ്റീസിലുള്ള കൊക്കോ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന നിബ്സിനെ, ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള കൊക്കോൻ്റെ നിബ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ബ്ലെൻഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ പിന്നീട് പ്രോസസ്സ് ചെയ്യുക. ഈ നിബ്സിനെ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? കൊക്കോ പൗഡർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്കതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ നിബ്സിനെ നമ്മൾ എവിടെ കൊണ്ടുപോകും? മില്ലിൽ കൊണ്ടുപോകും. ഓക്കെ, മിൽസിൽ കൊണ്ടുപോകും. സ്റ്റോൺ മിൽസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിൽസിൽ കൊണ്ടുപോയിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് മാറ്റും, അല്ലെങ്കിൽ ലിക്വിഡാക്കി മാറ്റും. ഓക്കെ, അങ്ങനെ ഇത് ഫൈൻ പേസ്റ്റ് ആക്കി മാറ്റുമ്പോൾ നമ്മുടെ കൊക്കോ എന്താവും? മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മെൽറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുകൂടെ ഉണ്ട്? മെൽറ്റ് ചെയ്ത ഫാറ്റ് കൂടി അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, സോ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ കൊക്കോനെ നമ്മൾ ഡ്രൈ ചെയ്തു, ഇത് ചെയ്തു, റോളർ പാസ് ചെയ്തപ്പോൾ നമുക്ക് നിബ്സ് കിട്ടി. ആ നിബ്സിന് നമ്മൾ കൊക്കോ ഉണ്ടാക്കാനും വേണ്ടി, കൊക്കോ പൗഡറിനും വേണ്ടി യൂസ് ചെയ്യാം, ചോക്ലേറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് മറ്റുള്ള വെറൈറ്റി ഓഫ് കൊക്കോ ആയിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കൊക്കോക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ മിൽസിൽ പോയിട്ട് അതിനെ തിൻ പേസ്റ്റ് ആക്കി മാറ്റും. അങ്ങനെ തിൻ പേസ്റ്റ് ആക്കുമ്പോൾ നമ്മളവിടെ കുറച്ച് ഹീറ്റൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹീറ്റൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഗ്രൈൻഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്താവും? അതിനകത്തുള്ള നമ്മുടെ ഫാറ്റ്, നമ്മുടെ കൊക്കോനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഫാറ്റും അതിൻ്റെ കൂടെ തന്നെ മെൽട്ടാവും. അങ്ങനെ ആ ഫാറ്റ് മെൽട്ടായിട്ടുള്ള ആ കൊക്കോനെയാണ് നമ്മൾ എന്ത് പറയുക? കൊക്കോ മാസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ചോക്ലേറ്റ് ലിക്വർ എന്ന് പറയാം. ചോക്ലേറ്റ് ലിക്വർ എന്ന് പറയാം, കൊക്കോ മാസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബിറ്റർ ചോക്ലേറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഫാറ്റോട് കൂടിയിരിക്കുന്ന ആ കൊക്കോനെയാണ് നമ്മൾ കൊക്കോ മാസ്, ബിറ്റർ ചോക്ലേറ്റ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ലിക്വർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന മാസ് ഒരു 30 ഡിഗ്രി സെൽഷ്യസിലൊക്കെ സോളിഡിഫൈ ആവും. ഓക്കെ, അത് 30 ഡിഗ്രി സെൽഷ്യസിലൊക്കെ അത് സോളിഡിഫൈ ആവും. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിനകത്ത് എത്ര പെർസെൻറ്റേജ് ഫാറ്റ് ഉണ്ടാവും? ഒരു 50 to 55% ഒക്കെ ഫാറ്റ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫിൽട്ടർ പ്രസ്സിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഫിൽട്ടർ പ്രസ്സിങ്ങിന് വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ ഫിൽട്ടർ പ്രസ്സിങ്ങിന് വേണ്ടി എടുക്കുമ്പോൾ അതിനകത്തുള്ള മേജർ പാർട്ട് ഓഫ് ഫാറ്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫാറ്റോട് കൂടിയതിനെയാണ് നമ്മൾ കൊക്കോ മാസ്, ബിറ്റർ ചോക്ലേറ്റ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ലിക്വർ എന്നൊക്കെ പറഞ്ഞത്. അതിന് ശേഷം അപ്പോൾ അതിനകത്ത് എത്രയുണ്ട്? 50% ഫാറ്റാണ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഫിൽട്ടർ പ്രസ്സിലൂടെ പാസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഫിൽട്ടർ പ്രസ്സിങ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനകത്തുള്ള ഫാറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുന്ന ആ ഫാറ്റിന് നമ്മൾ എന്ത് പറയും? കൊക്കോ ബട്ടർ എന്ന് പറയും. എന്താണ്? കൊക്കോ ബട്ടർ എന്ന് പറയും. അതിന് നമ്മൾ എന്താണ്? ഈ ബട്ടറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് മാറ്റും. പിന്നെ ബാക്കിയുള്ള, അതായത് ആ കൊക്കോയിൽ നിന്ന് നമ്മൾ ഫാറ്റ് സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന കൊക്കോ ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്താണ്? കൊക്കോ പൗഡറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, സോ ദ പ്രസ്ഡ് കേക്ക് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് കൊക്കോ പൗഡർ. ദ ഫാറ്റ് കണ്ടൻറ്റ് ഓഫ് കൊക്കോ യൂസ്ഡ് ഫോർ ബിവറേജ് ഈസ് ഫിക്സ്ഡ് ബൈ ലോ. അപ്പോൾ ഇത് നമ്മൾ ബിവറേജസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഇത് നമ്മൾ കൊക്കോ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ്? ബിവറേജ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള കൊക്കോനകത്ത് ഇറ്റ് കണ്ടെയ്ൻ 20% ഫാറ്റ്. 20% ഫാറ്റ് അതിനകത്ത് അടങ്ങിയിരിക്കണം. ബിവറേജസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതിനകത്ത് 20% അടങ്ങിയിരിക്കണം. അതിനൊരു മീഡിയം ഫാറ്റാണ് നമുക്ക് വേണ്ടതെങ്കിൽ 10 to 20 വേണം. ഇനി അതുമല്ല ലോ ഫാറ്റാണ് നമുക്ക് വേണ്ടെങ്കിൽ 10% ആയിരിക്കണം. ഓക്കെ, ലെസ് ദാൻ 10% ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാറ്റഗറി വരുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ്? നമ്മുടെ ഈ കൊക്കോ പൗഡറിനകത്ത് ഇപ്പോൾ നമ്മൾ കൊക്കോ ബട്ടർ റിമൂവ് ചെയ്തല്ലോ, ആ കൊക്കോ ബട്ടർ വെച്ചിട്ട് ഫാറ്റ്സ് എന്താണ്? ബിവറേജസ് ഉണ്ടാക്കുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ കേട്ടോ. ഇനി അതല്ല നമുക്ക് എന്താണ്? നമ്മൾ കൊക്കോ പൗഡർ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇത് ബിവറേജസ് ആണ്. കൊക്കോ പൗഡർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ വാനിലയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലേവർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതുകൂടി ഈ കൊക്കോ പൗഡറിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു പ്രോസസ്സ് ഉണ്ട്, അതിൻ്റെ പേരാണ് ഡച്ച് പ്രോസസ്സ്. എന്താണ് ഡച്ച് പ്രോസസ്സ്? അതായത് ഇപ്പം നമുക്ക് കിട്ടിയ ഈ കൊക്കോ പൗഡറിനകത്ത് ഒരു 1.8 അല്ലെങ്കിൽ ഒരു 2 to 10% എന്തുണ്ട്? ഫ്രീ ആസിഡ്സ് ഉണ്ട്. 10% എന്തുണ്ട്? ഫ്രീ ആസിഡ്സ് ഉണ്ട്. 2 to 10% ഫ്രീ ആസിഡ്സ് വരുന്നുണ്ട്. 2 to 12% പറയാം. 2 to 12% ഫ്രീ ആസിഡ്സ് വരുന്നുണ്ട്.
ചില സമയത്ത് ചില പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആസിഡ്സിൻ്റെ ന്യൂട്രലൈസേഷൻ ചെയ്യും. ആ ന്യൂട്രലൈസേഷനെയാണ് നമ്മൾ ഡച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പ്രോസസ്സിലൂടെ കൊണ്ടുവരുന്നുള്ള ചോക്ലേറ്റിന് എന്ത് കളറായിരിക്കും? ഡാർക്ക് കളറായിരിക്കും അല്ലേ? ഡാർക്ക് കളറായിരിക്കും. അതുപോലെ തന്നെ ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചവർക്ക് അറിയാം അതിനൊരു കയ്പ്പ് രസമാണ് അല്ലേ? ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. കറക്റ്റ് നമ്മൾ മിൽക്ക് ചോക്ലേറ്റിലൊക്കെയാണ് നമ്മൾ ഒരുപാട് അതിന് ശേഷം ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല മധുരമുള്ള പോലെ കൊണ്ടുവരുന്നുള്ളത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും ഇതിന് വരുന്നുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് ഇത് ഡച്ച് പ്രോസസ്സ് ചെയ്തിട്ടുള്ളതിന് കൂടുതൽ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും മറ്റതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, ഇനിയാണ് ചോക്ലേറ്റ്. ചോക്ലേറ്റിന് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? കൊക്കോ മാസ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ഈ കൊക്കോ മാസ് നോട്ട് ട്രീറ്റഡ് വിത്ത് ആൽക്കലി. ഒന്നാമത് നമ്മൾ കൊക്കോ മാസാണ് യൂസ് ചെയ്യുക. അതെന്താണ്? നമ്മുടെ ആൽക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്തത് നമ്മൾ പൊതുവെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ കൊക്കോ മാസ് നോട്ട് ട്രീറ്റഡ് വിത്ത് ആൽക്കലി, അതായത് ഡച്ച് പ്രോസസ്സിന് അണ്ടർഗോ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാറില്ല. അങ്ങനെയുള്ള കൊക്കോ ആണ് നമ്മളിതിവിടെ കോമൺ ആയിട്ട് ഇതിന് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കൊക്കോ മാസ് നോട്ട് ട്രീറ്റഡ് വിത്ത് ആൽക്കലി ഈസ് ജനറലി യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ചോക്ലേറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ എത്രത്തോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്, മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ കൊക്കോ ബട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ, അതിനൊക്കെ വെച്ചിട്ടാണ്, എത്രത്തോളം കൊക്കോ മാസ് ആഡ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് വരുന്നത്. പ്ലെയിൻ ചോക്ലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ് കൊക്കോ മാസ് പ്രോസസ്ഡ് വിത്ത് കൊക്കോ ബട്ടർ ആൻഡ് ഷുഗർ. കൊക്കോ ബട്ടറും ഷുഗറും ഇത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നുള്ളത്? പ്ലെയിൻ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുള്ളത്. ഇനി മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലോ ഈ പ്ലെയിൻ ചോക്ലേറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? മിൽക്ക് ആഡ് ചെയ്യും. അപ്പോൾ പ്ലെയിൻ ചോക്ലേറ്റിൻ്റെ കേസിൽ ഒരു 40 to 50% ആണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുക. പ്ലെയിൻ ചോക്ലേറ്റിൽ നമ്മളൊരു 40 to 50% ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മിൽക്ക് ചോക്ലേറ്റ് വരുമ്പോൾ അവിടെ 35 to 40% ആണ് ഷുഗർ ആഡ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഒരു 40 to 50 ആണ് ഇതിൻ്റെ കേസിൽ, പ്ലെയിൻ ചോക്ലേറ്റിൻ്റെ കേസിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുള്ളത്. മിൽക്ക് ചോക്ലേറ്റിലാകുമ്പോൾ അതിലും കുറവാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 35 to 45 പറയാം നമുക്ക്. ഓക്കെ, 35 to 45% ഒക്കെ നമ്മൾ ഷുഗർ അതിൻ്റെ കേസിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്ലെയിൻ ചോക്ലേറ്റിൻ്റെ കേസിൽ 30 to 42% ഫാറ്റ് വരുന്നുണ്ട്. പ്ലെയിൻ ചോക്ലേറ്റിൽ 40 to 50% ഷുഗറും 32 to 42% ഫാറ്റും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ചോക്ലേറ്റിനകത്ത് എന്താ ഉള്ളത്? ഫാറ്റും ഷുഗറും ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് വരുമ്പോൾ ഷുഗർ വരുന്നുള്ളത് 35 to 45% ആണ്. അതിനകത്ത് ഷുഗർ ഒരു 28 to 40% വരും. 28 to 40% ആണ്, അല്ലെങ്കിൽ 30 to 40% നമുക്ക് പറയാം. ഓക്കെ, പിന്നെ പ്ലെയിൻ ആൻഡ് മിൽക്ക് ചോക്ലേറ്റ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ കൺഫെക്ഷണറി ആൻഡ് ഐസ്ക്രീമിനകത്തും കൺഫെക്ഷണറീസിലൊക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്ലെയിൻ ചോക്ലേറ്റും അതുപോലെ തന്നെ എന്തും യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്ലെയിൻ ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ ചോക്ലേറ്റിൻ്റെ ഒക്കെ കാര്യമല്ല. ഇനി ബീൻസ്, നമ്മുടെ കോഫി ബീൻസ് ഉണ്ടല്ലോ, അതിൻ്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് മോയ്സ്ചർ ഒരു 2.13% ഒക്കെയാണ് മോയ്സ്ചർ വരുന്നുള്ളത്. ഫാറ്റാണ് ഏറ്റവും കൂടുതലുള്ളത്, 54% ഫാറ്റ് വരുന്നുണ്ട്. പിന്നെ നൈട്രജൻ ഉണ്ട് കേട്ടോ. നൈട്രജൻ ഒരു 2.16% ആണ്. 2.16% ആണ് നൈട്രജൻ. പിന്നെ നമ്മളെന്താ ആദ്യം പറഞ്ഞാൽ മോയ്സ്ചർ 2.13% ആണ്. മോയ്സ്ചറും നൈട്രജനും ഏകദേശം ഒരു ലെവലിലാണ്. ഫാറ്റ് ഒരു 54% ആണ്. പിന്നെ സ്റ്റാർച്ച് വരുന്നുണ്ട്. സ്റ്റാർച്ച് വരുന്നത് ഒരു 6% ആണ്. ടാനിൻസും 6% ആണ് വരുന്നുള്ളത്. ഈ നൈട്രജൻ എന്ന് പറയുന്നത് ടോട്ടൽ നൈട്രജൻ ആണ് കേട്ടോ. അതായത് പ്രോട്ടീനകത്ത് പ്രസൻ്റ് ആയത്, പിന്നെ തിയോബ്രോമിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്നത്, പിന്നെ ആൽക്കലോയിഡ്സിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്, അത് മൊത്തം കൂട്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന 2% നൈട്രജൻ വരുന്നുള്ളത്. പിന്നെ ഈ തിയോബ്രോമിൻ്റെ നല്ലൊരു സോഴ്സാണ് നമ്മുടെ കൊക്കോ എന്ന് പറയുന്നത്. ദർ ഈസ് സം ലോസ് ഓഫ് തിയോബ്രോമിൻ കണ്ടന്റ് ഡ്യൂറിങ് ഫെർമെൻറ്റേഷൻ ആൻഡ് റോസ്റ്റിങ്ങിൻ്റെയും ഫെർമെൻറ്റേഷൻ്റെയും സമയത്ത് ഈ തിയോബ്രോമിൻ്റെ ലോസ് നടക്കുന്നുണ്ട്. പിന്നെ ഈ കൊക്കോനകത്ത് ആര് കൂടിയുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ കഫീൻ ഇല്ലേ, നമ്മുടെ കോഫീൻ്റെ കേസിൽ പറഞ്ഞ ആ കഫീൻ ഒരു 0.5% ഒക്കെ വരുന്നുണ്ട്. കഫീനൊക്കെ ഒരു 0.5% വരുന്നുണ്ട്. അപ്പോൾ ടാനിൻസും സ്റ്റാർച്ചും 6%, നൈട്രജനും മോയ്സ്ചറും 2%, ഫാറ്റ് 54%. എന്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്? പിന്നെ കഫീൻ ഒരു 0.5% പ്രസൻ്റ് ആയിട്ടുണ്ട്.
നമ്മുടെ ഈ കോഫിയും ടീയിനകത്ത് ശരിക്കും എന്തില്ല, ഒരു ന്യൂട്രീഷണൽ വാല്യൂ ഇല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ കേസിൽ കുറച്ച് ഫാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ന്യൂട്രീഷണൽ വാല്യൂ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിമുലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൂടെ ഉണ്ട്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കഫീനും ഉണ്ട്. നമുക്ക് ചോക്ലേറ്റിന് ഗുഡ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയാം. എന്തുകൊണ്ട്, ഇതിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ഈ ഫാറ്റ് കാരണം നമുക്കതിനെ ഗുഡ് സോഴ്സ് ഓഫ് എനർജി എന്നും പറയാവുന്നതാണ്. ബിക്കോസ് ഓഫ് ദെയർ ഹൈ കണ്ടൻറ്റ് ഓഫ് ഫാറ്റ്, കൊക്കോ പ്രൊഡക്ട്സ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ് എനർജി. പിന്നെ എന്താണ്, മിൽക്ക്, ദ യൂഷ്വൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് കൊക്കോ ആൻഡ് മിൽക്ക് ചോക്ലേറ്റ് ഡ്രിങ്ക്സ് ആഡ്സ് ടു ദ ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് ദ ബിവറേജ്. അപ്പോൾ നമ്മൾ മിൽക്കിനെയും കൂടി ആഡ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂം കൂടി ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ കഫീനും തിയോബ്രോമിനും എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, സ്റ്റിമുലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളത് കഫീനും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ തിയോബ്രോമിനുമാണ്. ഓക്കെ, തിയോബ്രോമിനും കഫീനുമാണ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്, സ്റ്റിമുലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്. പിന്നെ ന്യൂട്രീറ്റീവ് വാല്യൂ കിട്ടുന്നുള്ളത് ആ ഫാറ്റിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ കൊക്കോ ബട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ പറഞ്ഞില്ല, അതിനകത്തുള്ള ഫാറ്റിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മോർ ദാൻ 50% ഓഫ് ഫാറ്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ കൊക്കോ ബട്ടറിനകത്ത് പോയിട്ടുണ്ട്. അത് നല്ലൊരു വാല്യുബിൾ ബൈ പ്രൊഡക്റ്റാണ്. ഈ കൊക്കോ ബട്ടർ എന്ന് പറയുന്നത് നല്ലൊരു വാല്യുബിൾ ബൈ പ്രൊഡക്റ്റാണ്. ഓക്കെ, നല്ലൊരു വാല്യുബിൾ ബൈ പ്രൊഡക്റ്റാണ്. അതിൻ്റെ കളർ ഒരു പെയിൽ യെല്ലോ കളറാണ്. നമ്മുടെ സാധാരണ ബട്ടർ ഉണ്ടല്ലോ അതിൻ്റെ തന്നെ ഏകദേശം ഒരു കളറാണ്, പെയിൽ യെല്ലോ കളറാണ്. നല്ലൊരു ഓർഡറും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉള്ള സാധനമാണ് ഈ കൊക്കോ ബട്ടർ എന്ന് പറയുന്നത്. പിന്നെ ഒരു 34 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഈ സാധനം മെൽറ്റ് ആവും കേട്ടോ. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, നമ്മുടെ പാൽമൈറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡിൻ്റെ ഒക്കെ വളരെയധികം കോൺസെൻട്രേഷൻ ഇതിനകത്തുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന കൊക്കോ ബട്ടറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊക്കോ ബിവറേജസിനെ കുറിച്ച് കൂടി കുറച്ച് പറയാം. അതും കൂടി കഴിഞ്ഞാൽ സംഭവം ക്ലീൻ ആയിട്ടോ കഴിഞ്ഞു. അപ്പോൾ കൊക്കോ ബിവറേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊക്കോ ബിവറേജസ് എന്ന് പറയുമ്പോൾ കൊക്കോ, ചോക്ലേറ്റ് ഇതൊക്കെയാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇത് കൂടാണ്ട് ഒരുപാട് ഫുഡ് ഐറ്റംസിൽ നമ്മളിതിനെ യൂസ് ചെയ്യാറുണ്ട്, അതായത് ബിവറേജസിൻ്റെ കേസിലൊക്കെ പറയാറുണ്ട്. പിന്നെ എന്താണ്, ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. മെൽറ്റഡ് ചോക്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് കഴിക്കാറുണ്ട്. ഓക്കെ, അതിനകത്ത് ഹൈ സ്റ്റാർച്ച് കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ എന്താവും, കൊക്കോ ഇങ്ങനെ എന്താണ് ആ ഒരു ഹോട്ട് ലിക്വിഡിൽ നല്ല വൃത്തിയിൽ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ ഹൈ എന്താണ് സ്റ്റാർച്ച് കണ്ടൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ഫാറ്റാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. നമുക്ക് ഏത് ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് നട്ട്സ്, ഫ്രൂട്ട്സ് ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ആദ്യം തന്നെ നമ്മളിപ്പോൾ സോൾഡിഫൈ ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് ആകുമ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് കോൾഡ് ലിക്വിഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അതിനെ മെൽറ്റ് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റായിട്ട് അതിനെ മെൽറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ബോൺവിറ്റ, ബൂസ്റ്റ് അതുപോലുള്ള അതിലൊക്കെ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഹോട്ട് ഡ്രിങ്ക്സ് ആയിട്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്തൊക്കെ എന്താണ്, നമ്മുടെ ഈ ബോൺവിറ്റേനകത്തൊക്കെ എന്തുണ്ട്, ഷുഗർ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഉണ്ട്, ക്രീമി മിൽക്ക് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചില സമയത്ത് കൊക്കോയും ആഡ് ചെയ്യാറുണ്ട്. അത് നമ്മൾ വാം വാട്ടറിലോ മിൽക്കിലോ ആഡ് ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത്, നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് ഏതെന്നതിനെ കുറിച്ച് പറയാനുള്ളത്, കൊക്കോനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ടീൻ്റെ ഒരു ക്ലാസ് കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി വെറ്ററിനറി സയൻസിൻ്റെ പാക്കേജിങ് ഓഫ് മീറ്റ് കൂടി വരുന്നുണ്ട്. പറ്റാവുന്നത്ര ഇന്ന് എടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഞാൻ എന്തായാലും ഫുഡ് ടെക്നോളജി എടുക്കില്ലാന്ന്. അതുകൊണ്ട് ഇന്ന് തന്നെ പറ്റുന്നത്ര എടുത്തിട്ട് അപ്ലോഡ് ചെയ്യൂ കേട്ടോ. നാളെ തൊട്ട് എന്തൊക്കെ പറഞ്ഞാലും മൈക്രോബയോളജിയാണ്. പിന്നെ മൈക്രോബയോളജി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ.